വാർത്ത ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഖത്തർ അവസാന നിമിഷം അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു എന്നുള്ള രീതിയിലാണ് ആ വാർത്തകളൊക്കെ ഇങ്ങനെ കടന്നു വരുന്നത്. അതിന് താഴെ വരുന്ന കമന്റുകളൊക്കെ അങ്ങനെയാണ്. അവസാന നിമിഷം ഖത്തറിന്റെ ഭരണകൂടം അവരുടെ തനി നിറം കാണിച്ചിരിക്കുകയാണ്. 2 യുവതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. അപ്പോൾ ഈ പ്രചരണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വീഡിയോയും വ്യാപകമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദിയിലുണ്ടായിരുന്ന 2 യുവതികളെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. അവര് നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള കേസ് എന്നുള്ള രീതിയിലാണ് വ്യാപകമായിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുള്ളത്. നമുക്ക് ആദ്യം ആ വീഡിയോ കാണാം, എന്നിട്ട് എൻ്റെ അഭിപ്രായം, എനിക്കതിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ, അത് ഞാൻ പറയാം. ഭാഗം ചെറുങ്ങനെ ബ്ലർ ചെയ്തിട്ടുണ്ട്, കാരണം തുറന്നുകൊണ്ടല്ല, അത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ബ്ലർ ചെയ്ത അത്ര ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ മാറിടം തുറന്നു കാണിക്കുകയാണ്. ഒരു മറയുമില്ലാതെ മാറിടം പച്ചക്ക് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരു ക്രൊയേഷ്യൻ സുന്ദരിയുടെ കഥ. അപ്പൊ ക്രൊയേഷ്യൻ സുന്ദരിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഒരു പരിധിവരെ അത്യാവശ്യം മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ ഖത്തർ ഭരണകൂടം തയ്യാറായില്ല. കാരണം ഖത്തർ ഭരണകൂടത്തിന് വ്യക്തമായി അറിയാം, ഇവരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ, എല്ലാവരും അല്ല കേട്ടോ, ചില രാജ്യങ്ങൾ ഖത്തറിനെതിരെ വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കും. സ്ത്രീ വിരുദ്ധത ഖത്തർ കാണിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പൊതുവെ ഖത്തറിനെതിരെ വരാൻ സാധ്യതയുള്ള ചില നീക്കങ്ങൾ. പക്ഷേ ഇവിടെ അർജന്റീനയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് 2 യുവതികൾ അവരുടെ മാറിടം വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇത് അവിടെയുള്ള മാധ്യമങ്ങൾ പകർത്തുകയും അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. കാരണം നേരത്തെ ഇതിനു മുൻപ് ക്രൊയേഷ്യൻ സുന്ദരി എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്ന, സുന്ദരിയാണെന്ന് അവർ പറഞ്ഞിരുന്ന ഒരാൾ വന്നിട്ട് മാറിടമൊന്നും തുറന്നു കാണിക്കാൻ നിന്നില്ല, എന്നാൽ കുറച്ചു ഭാഗങ്ങളൊക്കെ കാണിച്ച് അവർ സ്ഥലം വിട്ടിരുന്നു. പക്ഷെ അർജന്റീനയുടെ ഈ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ 2 യുവതികൾ മാറിടം തുറന്നു കാണിച്ചപ്പോൾ ഖത്തർ മിണ്ടാതിരുന്നില്ല എന്നുള്ളതാണ് വാർത്തകളിലൂടെ ലഭിക്കുന്നുള്ളത്. എത്രത്തോളം ശരി എന്നുള്ളത് അറിയില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ 2 യുവതികൾക്കും 8ന്റെ പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഖത്തർ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് രാജ്യമാണ്. പക്ഷെ ഫിഫ അവിടെ വേൾഡ് കപ്പ് കൊണ്ടുവന്ന സമയത്ത് അവര് പരമാവധി എല്ലാ രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോയി. പക്ഷെ അവസാന നിമിഷം നഗ്നതാ പ്രദർശനം നടത്തിയപ്പോൾ, അതായത് അർദ്ധനഗ്നയായിട്ടല്ല മറിച്ച് പച്ചക്ക് നഗ്നതാ പ്രദർശനം നടത്തിയപ്പോൾ ഖത്തർ നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന നഗ്നത കാണിച്ച ആളുകൾക്ക് കൃത്യമായൊരു പിഴയുണ്ടാക്കും, അതുപോലെ തന്നെ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവർ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ചിലപ്പോൾ ഖത്തർ വിടാനുള്ള സാധ്യതകളുള്ളൂ. കാരണം ലോക മാധ്യമങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയാണ്. അപ്പൊ ഈ മാറിടം കാണിക്കുന്നതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ എന്നുള്ള സ്വാഭാവിക ചോദ്യങ്ങളുണ്ടാകും. ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ഇത് പരിപൂർണമായിട്ട് വിലക്കിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. പക്ഷെ ഫിഫയുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ അവർ വളരെ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവസാന നിമിഷം എല്ലാ പരിധിയും ലംഘിച്ചതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു നടപടി ഇവർക്ക് മേലിൽ ഉണ്ടാകും. അതൊക്കെ ആ രാജ്യത്തിന്റെ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ഖത്തർ അവസാന നിമിഷം തനിനിറം കാണിച്ചു എന്നുള്ളതൊക്കെ പറയുന്നതിൽ ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഏറ്റവും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്, ഒരു സംശയവും വേണ്ട. ഇതിനു മുൻപ് 2000 തൊട്ട് ഇങ്ങോട്ടോളം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3 രാജ്യങ്ങളടക്കം പരസ്പരം ചിലവ് പങ്കുവഹിച്ചിട്ട് വേൾഡ് കപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അമേരിക്കയെ അടങ്ങുന്ന രാജ്യങ്ങൾക്കടക്കം വേൾഡ് കപ്പിന്റെ ചിലവ് താങ്ങാനാവില്ല എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് വേൾഡ് കപ്പ് നടത്തിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജപ്പാനും സൗത്ത് കൊറിയയും രണ്ടും
സാമ്പത്തിക വിപ്ലവം സൃഷ്ടിച്ച രാജ്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ പരസ്പരം വേദി പങ്കിട്ടുകൊണ്ട് ലോകകപ്പ് നടത്തിയ കാഴ്ച കണ്ടവരാണ് നമ്മൾ. കാരണം ഇവർക്കൊക്കെ സാമ്പത്തിക സ്രോതസ്സുണ്ട്. പക്ഷെ അവർക്കറിയാം ഫിഫക്കല്ലാതെ നമുക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തിന് ഒരു ലാഭവും ഇല്ല എന്നുള്ള വ്യക്തമായ ധാരണ അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ കൈയൊഴിഞ്ഞു പോയതാണ്. പക്ഷെ ഖത്തർ എന്ന് പറയുന്ന രാജ്യമോ നമ്മുടെ കേരളത്തിനേക്കാളും ചെറിയൊരു രാജ്യമാണ്. കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത വളരെ ചെറിയൊരു രാജ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം സ്വയം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഒരുപാട് സ്റ്റേഡിയങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു സംഭവം ഒറ്റക്ക് നടത്തിയപ്പോൾ, വലിപ്പമില്ലാത്ത ജപ്പാനെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയെ പോലെയോ വലിയ രീതിയിൽ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത ആ രാജ്യം എല്ലാ വിമർശനങ്ങളെയും സൈകെട്ട് കേട്ടുകൊണ്ട് അവസാനം വളരെ ഭംഗിയായി ഈ കളി നടത്തിയപ്പോൾ എല്ലാവരും കൈകൂപ്പി നിൽക്കുകയാണ്. ഷെയ്ഖ് തമീമിനെ വിമർശിച്ചവരൊക്കെ തമീമിനെ കാണുമ്പോൾ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. കാരണം അത്രത്തോളം നല്ല രീതിയിൽ ഷെയ്ഖ് തമീമും അവിടെയുള്ള ഭരണകൂടവും ഈ വേൾഡ് കപ്പ് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോയി. അവസാന നിമിഷം വരെ ആ പ്രൗഢി കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ അർജന്റീനയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് രണ്ട് യുവതികൾ ഇങ്ങനെ കാണിച്ചപ്പോൾ തമീമും കൂട്ടരും അവസാനം നാറിയ കളി കാണിച്ചു എന്ന് പറയുന്നതിനോട് എത്രത്തോളം യോജിക്കാനാകും? വളരെ മോശമായി പോയി എന്നുള്ളത് തന്നെയാണ് എനിക്ക് അഭിപ്രായം. കാരണം മാറിടം ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നതിനോട് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളും മറ്റുള്ള നടപടിയൊക്കെ ഫിഫയുമായി ബന്ധപ്പെട്ട് പരമാവധി പറ്റാവുന്നത്ര സഹിച്ചു നിന്ന ഒരു രാജ്യത്തോട് അവസാന നിമിഷം ഈ രീതിയിലുള്ള മറ്റേടത്തെ പരിപാടി കാണിക്കുമ്പോൾ ആ രാജ്യം മിണ്ടാതിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അതൊക്കെ വെറും പൊട്ടത്തരമാണ്. കാരണം ആ രാജ്യം സഹിക്കാവുന്നതിന്റെ അപ്പുറത്ത് സഹിച്ചു. ഒരു പരിധിവരെ ആ രാജ്യത്തിനെതിരെയുള്ള അജണ്ടകള്, വേട്ടയാടലുകളൊക്കെ ഒരു പരിധിവരെ ആ രാജ്യം സഹിച്ചിട്ടുണ്ട്. അതൊക്കെ ആ രാജ്യം സഹിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഫിഫ വേൾഡ് കപ്പ് നല്ല രീതിയിൽ പോകട്ടെ, ഞങ്ങൾ കാരണം, അല്ലെങ്കിൽ ഫിഫക്ക് ഒരു ദോഷം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഫിഫയുടെ പ്രസിഡന്റൊക്കെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അവസാന നിമിഷം ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായപ്പോൾ ലോക മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയാക്കി നൽകിയപ്പോൾ ഖത്തർ നടപടിക്കൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതായത് നടപടി എടുത്തു എന്നുള്ളതല്ല, നടപടിക്കൊരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ലോകം കണ്ട ഏറ്റവും മികച്ച വേൾഡ് കപ്പ് ഖത്തറിലേതാണ് എന്നുള്ളത് പരിപൂർണമായിട്ടും എല്ലാവരും സമ്മതിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.